കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. അപ്പോൾ ഞാനൊക്കെ അതൊന്ന് ഇന്ന് കറിയാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ച് ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. കുറച്ചേ ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് ഞാൻ നാരങ്ങ കിട്ടാൻ വെച്ചിരുന്നത്, എന്നാലും അതിനകത്തൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ മണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. അപ്പോൾ അതേണ്ട നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് വേണ്ടത് ഇന്ന് എളുപ്പ പണിയാണ് കേട്ടോ. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ ചൂടാക്കണം കേട്ടോ. ചൂടാക്കി കൊണ്ടുവരാം. അപ്പോൾ വേണ്ട ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റിപ്പോണം. ഇതെൻ്റെ നമ്മൾ മഞ്ഞൾപ്പൊടി ഞാൻ ഇടാറില്ല കേട്ടോ. അത് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി ഇടാറുള്ളൂ. മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മുടെ മാഗിയുടെ സ്കൂപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് മസാലയായിട്ട് നമ്മൾ ചേർക്കണം. ഉപ്പ് ഇതിട്ട് കഴിഞ്ഞാൽ ഉപ്പ് നോക്കി വേണം നിങ്ങൾ ഇടാം. ഇത് ചിക്കനും ബിരിയാണിക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ബീഫിനൊന്നും അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. ചിക്കന് ഞാൻ ഇതൊരെണ്ണം ഇടാറുണ്ട്. ഇതിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഓക്കെയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ടിടുക. ഇനി അതിന് ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് എല്ലാം കൂടി തിരുമ്മി കൂട്ടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ വേണ്ട ചിക്കനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. എല്ലാം ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നതാണ്. തക്കാളി, സവാള, വേപ്പില. പച്ചമുളക് ഞാൻ ഇതിൽ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരുമ്മി കൂട്ടുമ്പോഴേ ഭയങ്കരമായിട്ട് എരിഞ്ഞു പോകും. പിന്നെ വേണ്ട ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേണ്ട മല്ലിയില, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം ഒഴിക്കും. എനിക്ക് ചില സാധനങ്ങളോടൊക്കെ വല്ലാത്ത പ്രണയമാണ്. ഇനി ഇതൊന്ന് എല്ലാം കൂടി തിരുമ്മി അങ്ങ് കൂട്ടണം കേട്ടോ. എല്ലാം കൂടി ചിക്കനിലോട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കൂട്ടണം. ഇനി ഇതിൽ ഞാനൊന്നും വെള്ളം ഒഴിക്കില്ല കേട്ടോ. അത് ഞാൻ വിറകടുപ്പിൽ കൊണ്ടുപോയിട്ട് ചെറിയ തീയിൽ അവിടെ വെക്കും. അവിടെ ഇരുന്ന് വെന്തോളും. വേറൊരു പ്രശ്നമില്ല. ഇനി നല്ല കളറുള്ളത് ഇത് കറി റെഡിയായി വരുമ്പോൾ ഇപ്പോൾ തന്നെ ഒരുവിധം കളറൊക്കെ ഉണ്ട് കണ്ടോ. നമ്മൾ മല്ലിയും മുളക് നന്നായിട്ട് ഇങ്ങനെ വറുത്ത പോലെ ചൂടാക്കി എടുത്തതാണല്ലോ. നിങ്ങളിങ്ങനെ കൂട്ടി തരുമ്പോൾ എല്ലാം കൈ കുത്തി കയറരുത് കേട്ടോ. സൂക്ഷിച്ച് വേണം ചെയ്യാം. നീ ചേച്ചി ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ പൊളിച്ച് പോയിട്ടൊന്നും ചെയ്യല്ലേ. എൻ്റെ കുക്കിങ് കണ്ടുപിടിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞതാണ്. അത് ഓക്കെ കേട്ടോ. ഇരുമിക്കൂട്ടി അതിലേക്ക് പച്ചമുളക് ലാസ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കൊണ്ട് അടുപ്പിലേക്ക് വെക്കാവേ. ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ സവാളയുടെയും തക്കാളിയുടെയൊക്കെ വെള്ളം ഇനി ഇറങ്ങി വരും കേട്ടോ. ഗ്രേവി ആയിട്ട് ഇരിക്കുമ്പോൾ അധികം ചാറുണ്ടാവില്ല. ചാറ് വേണ്ടവർ കുറച്ച് വെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം തിളച്ച് കുറച്ചിതായി കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ പിന്നെ തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കഴിച്ചോളൂ. ഇവിടെ അങ്ങനെ കുറച്ച് കുളം പോലെ ചാറൊന്നും വേണമെന്നില്ല. ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിഞ്ഞിട്ടേ ഇനി കാണിക്കുള്ളൂ കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ആയിട്ടില്ല കണ്ട. ഇപ്പോഴത്തേക്ക് ആ ഡ്രൈ ആയിരുന്നതിന് വ്യത്യാസം വന്നല്ല. അപ്പോൾ ഞാനിത് തീയൊക്കെ കിടത്തിയിട്ടേക്കണം കണ്ട. തീക്കനൽ മാത്രമേ ഉള്ളൂ. അതിലിരുന്ന് ചിക്കൻ അധികം വേവില്ലല്ലോ. ചിക്കൻ അതിലിരുന്ന് അങ്ങനെ വെന്തോളും. ഇനി കഴിയുമ്പോൾ കാണിക്കാവേ. ഉപ്പ് വേറെ ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് കറക്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പെരട്ട് എന്നൊക്കെ പറയില്ല, അതുപോലെ ഇരിക്കുന്നുണ്ട്. അതാണ് ഫൈനൽ ലുക്ക്. ഓക്കേ.